സ്വർണം കൊണ്ടുപോയ കള്ളന്മാര് സ്വർണം ടെറസിൽ കൊണ്ട് കുഴിച്ചിടുവോ? നിങ്ങൾ എന്തൊരു മണ്ടന! അന്ന് ഞാൻ പറഞ്ഞതല്ലേ സ്വർണം കൊണ്ടുപോയത് കള്ളന്മാരല്ല, കൊണ്ടുപോയത് നന്ദിനിയാണെന്ന്. അന്ന് മാറ്റിവെച്ച സ്വർണം ഇന്ന് അവള് കൃത്യമായിട്ട് ചെടിച്ചെടികളിൽ ഒളിപ്പിച്ചു വെച്ചു. അതാ സംഭവം. എന്നാ പിന്നെ ആ ഉദ്യോഗസ്ഥന്മാരോടും പോലീസുകാരോടും അവളെ അങ്ങോട്ട് പിടിച്ചോണ്ട് പോകാൻ പറയാം. കിട്ടിയാ? വാ വാ, പെട്ടെന്ന് പെട്ടെന്ന് ഇറങ്ങും, പെട്ടെന്ന്. എത്ര ഇറങ്ങിയിട്ടും പടി തീരുന്നില്ല. ചാടി ഇറങ്ങാം. സർ, സർ, ഇത് നോക്ക്. ഇത് നീ ആ മാലയിട്ടെടുത്ത റീൽസ് കൂടെ കാണിക്കും. ഓക്കെ ഓക്കെ, ബില്ലുകളും ഫോട്ടോസും അനുസരിച്ച് ഇത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്വർണം തന്നെയാണ്. ആ സ്വർണം ചെടിച്ചട്ടിയിൽ എങ്ങനെ വന്നു എന്നറിയാൻ നിങ്ങൾക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം. അതുവഴി അന്വേഷിക്കാം. എനിവേ, ഞങ്ങൾ ഇപ്പോൾ ഈ സ്വർണം കൊണ്ടുപോവുകയാണ്. അയ്യോ സർ, അത് എന്റേതാണെന്ന് സാറിന് ബോധ്യപ്പെട്ടതല്ലേ? അതെ. ഓക്കെ ഓക്കെ, നിങ്ങളുടെ കയ്യിലുള്ള രേഖകൾ കൃത്യമായി ഹാജരാക്കിയാൽ ഓഫീസിൽ വന്ന് നിങ്ങൾക്കത് കൈപ്പറ്റാം. മിസ്സിസ് പത്മ, ഇക്കാര്യത്തിൽ തൽക്കാലം ഞങ്ങൾ നടപടിയൊന്നും എടുക്കുന്നില്ല. എന്റെ ആഭരണങ്ങൾ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞത് സത്യമല്ലേ? ഇനി അവരെ നമ്മളെ പറ്റിക്കോ? അവരല്ല, ഇതുവരെ നമ്മളെ പറ്റിച്ചോണ്ടിരിക്കുന്നവളെയാ ചോദ്യം ചെയ്യണ്ടേ. വേദേ, അവളെ ഇങ്ങോട്ട് വിളിക്ക്. മമ്മി വിളിക്കുന്നുണ്ട്. വാടി. വരാനല്ലേ പറഞ്ഞേ? മാഡം, എന്താ നിനക്ക് പറയാനുള്ളത്? മാഡം, റെയ്ഡിന് വന്ന ഉദ്യോഗസ്ഥർ തെറ്റായ ഒരു കാര്യവും ഇവിടെയോ എന്റെ കമ്പനിയിലോ നടന്നിട്ടില്ലെന്ന് പറഞ്ഞിട്ടാ ദാ ഇറങ്ങി തിരിച്ചത്. പക്ഷെ ഇപ്പോഴും അവർക്ക് ഈ കുടുംബത്തിന്റെ നടപടികളിൽ സംശയമാണ്. അതിന്റെ കാരണം നീയല്ലേ? മാഡം, എല്ലാം ഞാൻ കണ്ടു. പക്ഷെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരവിടെ വെച്ചാന്ന് എനിക്കറിയില്ല മാഡം. നിനക്കറിയില്ലേ? പിന്നെ എങ്ങനെയാണ് ചെടിച്ചട്ടിയിൽ സ്വർണം വന്നത്? സ്വർണം മോഷ്ടിച്ചുകൊണ്ടുപോയ കള്ളന്മാർ മാനസാന്തരം വന്ന് സ്വയം കൊണ്ടുവന്ന് വച്ചതായിരിക്കും അല്ലേ? അന്ന് ആ കള്ളന്മാരെ നീ ഇറക്കിയതല്ലേ? സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോയി നിന്റെ അനുജത്തിമാർക്ക് എത്തിക്കാൻ വേണ്ടി നീ മാറ്റിവെച്ചതാ അല്ലേ? അത് സുരക്ഷിതമായിട്ട് വെക്കാനല്ലടി ഇപ്പൊ നീ കൃഷി ആരംഭിച്ചത്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? നന്ദിനി ഈ ചെടികളൊക്കെ വെക്കുമ്പോ ഞാനും സൂര്യ അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. രാജുവും കനകയും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവരാരെങ്കിലും ഇങ്ങനെ ഒരു കാര്യം കണ്ടോന്ന് ചോദിച്ചു നോക്ക്. അതെ, ഇത്രയും വലിയൊരു സംഭവം ഈ കുടുംബത്തിൽ നടന്നിട്ട് ഈ നിൽക്കുന്നവളെ ന്യായീകരിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നെങ്കിൽ അത് ഞാനും എന്റെ മക്കളും ക്ഷമിക്കില്ല.
ഇനി ഇവൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കാൻ ശ്രമിച്ച ഞങ്ങൾ നിങ്ങളുടെ ആരുമല്ലെന്നും നിങ്ങൾക്ക് പറയേണ്ടി വരും. മനസ്സിലായല്ലോ? സത്യം എന്താന്ന് വെച്ചാ നീ പറഞ്ഞോ. എന്നിട്ട് മമ്മിയോട് മാപ്പ് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് വീട്ടിലോട്ട് പോകാനുള്ള മാർഗമെങ്കിലും മമ്മി നിനക്ക് പറഞ്ഞു തരും. അല്ലെങ്കിൽ നീ പോകുന്നതേ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. മാഡം, ഞാൻ പറഞ്ഞതൊക്കെ സത്യ. എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ആരാ ചതിച്ചെന്നും എനിക്കറിയില്ല. ചതിച്ചത് ആരാന്ന് എനിക്ക് വ്യക്തമാണ്. ഇനി പറ, ആ AC മെക്കാനിക്കിന്റെ വേഷത്തിൽ ഇവിടെ വന്നു എന്ന് പറഞ്ഞ കള്ളന്മാരും നിന്റെ ആരാടി? എന്തൊക്കെയാ മാഡം ചോദിക്കുന്നേ? അവരെന്റെ ആരുമല്ല. അങ്ങനെയാണെങ്കിൽ അവരെന്നെ കൊല്ലാൻ നടക്കോ? കൊല്ലാൻ നടക്കുന്നതൊക്കെ നീ ഉണ്ടാക്കിയ നാടകമാണെന്ന് ഞങ്ങൾക്കറിയാം. ഈ സ്വർണം ഇതിനു മുമ്പ് എവിടെ അടി വെച്ചിരുന്നത്? മാഡം, ഞാൻ മാഡത്തിന്റെ കാല് പിടിക്കാം. എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ. മാഡം, മാറിയിക്കടി അവിടെ.